നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സിലെ ഗോസ് ജോർദൻ മെത്തേഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പം ഗോസ് ജോർദൻ മെത്തേഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ സവിശേഷത അത് എന്തിനു വേണ്ടി ഉപയോഗിക്കും എന്നാണ് നിങ്ങൾ മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തിനു വേണ്ടി ഗോസ് ജോർദൻ മെത്തേഡ് ഉപയോഗിക്കുന്നു? അതാണ് ഒരു മെട്രിക്സ്, ഒരു ഗിവൺ മെട്രിക്സ് തരുവാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് എന്താണ് ഉപയോഗിക്കുന്നത്? ഗോസ് ജോർദൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പം ഗോസ് ജോർദൻ മെത്തേഡ് ഉപയോഗിക്കുന്നതിനുണ്ടാകുന്ന ടു ഫൈൻഡ് ഔട്ട് ദി ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയാണ് എന്താണ് പറയുന്നത്? ഗോസ് ജോർദൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അത് മനസ്സിലായല്ലോ. ആ ഗോസ് ജോർദൻ മെത്തേഡ് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഞാൻ ഉദാഹരണം എക്സാമ്പിൾ പറയുകയാണ്. ഒരു എക്സാമ്പിൾ നോക്കണം. ഒരു എക്സാമ്പിളെ കാണിക്കുകയുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയില് ടോപ്പിക് ബേസ് ആയിട്ട് പ്രോബ്ലം ചെയ്യുകയാണ്. അപ്പൊ ഒരു മെട്രിക്സ് തരികയാണ്. ലെറ്റ് എ എന്നൊരു മെട്രിക്സ് തരികയാണ്. 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തരികയാണ്. ഓർഡർ 2x2 ഓർഡർ ആണ്. അത് പറയുകയാണ് ഫൈൻഡ് എ ഇൻവേഴ്സ് by using Gauss Jordan method എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്റ്റെപ്പ് മനസ്സിലാക്കുക. നമ്മൾ ഏതൊരു മെട്രിക്സ് എഴുതി, ആ മെട്രിക്സ് എന്ന് പറയുന്നത് 1 2 3 4 എന്ന് പറഞ്ഞ മെട്രിക്സ്. അതേ ഓർഡറുള്ള നമ്മൾ വേറൊരു ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1 എന്ന് പറയുന്നത് എഴുതി. ഇപ്പം 3x3 മെട്രിക്സ് ആണെങ്കിൽ അതിന് കറക്റ്റ് ആയി ഓർഡർ ഉള്ള 3x3 ഐഡന്റിറ്റി മെട്രിക്സ് എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പില് ഈ നമ്മൾ എഴുതിയ മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് പോലെ ഈ എ എന്ന മെട്രിക്സിനെ ആക്കുക ബൈ യൂസിങ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല, ഈ മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പുറം 0 ആക്കണം, ഇവിടെ 0 ആക്കണം, ഇവിടെ 1 ആക്കണം, ഇതുപോലെ ആക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാല് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വേണ്ടത്? ഈ മെട്രിക്സ് ഇത് 0 ആക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം? R2 gives R2 minus 3R1. R2 കിട്ടാൻ വേണ്ടി R2 എന്ന് പറയുന്ന റോയെ 3 കൊണ്ട് ഗുണിച്ചിട്ട് R1 എന്ന റോയെ കൊണ്ട് ഗുണിച്ചിട്ട് കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ R1 അതുപോലെ എഴുതി, ഇവിടെ അതുപോലെ എഴുതുക 1 0. അതിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. വ്യത്യാസം വരുന്നത് R2 എന്ന റോയ്ക്കാണ്, അത് മനസ്സിലാക്കുക. അപ്പം R2 minus 3R1. R2 എന്ന് ഫസ്റ്റ് സ്റ്റെപ്പില് R2 എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്, മൈനസ് 3 into R1. R1 എന്ന് പറയുന്നത് 1 ആണ്, 3 into R1 ആണ്. ഈസ് ഈക്വൽ ടു 3 minus 3 അതെന്താണ്? 0 ആണ്. ആ എലമെന്റ് ഇവിടെ എഴുതി. അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടതാണ് അതേ റോ തന്നെ. R2 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്, മൈനസ് 3R1. 3 into R1 എന്നുള്ള പറയുന്നത് 2 ആണ്. അപ്പം 4 minus 6. 3 into 2 6 ആണ്. 4 minus 6 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 2 ആണ്. അതും എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പില് ഇവിടെ അതുപോലെ ആക്കുക. അവിടെ എങ്ങനെയാണ്? മൂന്നാം സ്റ്റെപ്പിൽ വരുന്നത് എങ്ങനെയാണ്? മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് R2 എന്ന റോ എന്ന് പറഞ്ഞാൽ അവിടെ 0 ആണ്, മൈനസ് 3 into R1 എന്ന് പറയുന്നത് 1 ആണ്. 0 minus 3 3 into 1 എന്താണ്? 3 ആണ്. സോ 0 minus 3 എന്ന് പറഞ്ഞാൽ മൈനസ് 3 ആണ്. ആ മൈനസ് 3 എഴുതി. അടുത്ത ഫോർത്ത് സ്റ്റെപ്പില് R2 എന്ന് പറയുന്നത് 1 ആണ്. R2 എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് 3R1. അവിടെ R1 എന്ന് പറയുന്നത് എന്താണ്? 3 into 0. 1 minus 0 1 ആണ്. ആ 1 എഴുതി. അടുത്ത നിലയിൽ നമുക്ക് ഇതെന്താകണം? ഇത് 0 ആക്കണം. ഇത് 0 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? R1 gives R1 plus R2 ചെയ്താൽ മതി. ഈ രണ്ട് റോയെ കൂട്ടിയാൽ മതി. അപ്പം R1 കിട്ടാൻ വേണ്ടി ഈ രണ്ട് റോയെ കൂട്ടിയാൽ മതി. അപ്പൊ എന്തോ gives മെട്രിക്സ് ഈ രണ്ട് ഇങ്ങനെ വരച്ചെഴുതുക. രണ്ടാമത്തെ റോയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾ 0 minus 2 minus 3 1 അതുപോലെ എഴുതി. മാറ്റം പറ്റുന്ന R1 എന്ന റോയ്ക്കാണ് മാറ്റം പറ്റുന്നത്. അപ്പൊ അത് ഈ ഫസ്റ്റ് സ്റ്റെപ്പില് R1 plus R2 എന്ന് പറഞ്ഞാൽ 1 plus R2 എന്ന് പറഞ്ഞാൽ ഇവിടെ 0. അപ്പൊ എന്താണ്? 0. 1 plus 0 1 ആണ്, അത് എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പില് രണ്ടാമത്തെ ഇതിനകത്ത് എന്താണ്? R1 എന്ന് പറഞ്ഞാൽ 2 ആണ്, പ്ലസ് R2 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. ഈസ് ഈക്വൽ ടു 2 പ്ലസ് മൈനസ് എന്തായി? മൈനസ് ആയി. 2 minus 2 എന്ന് പറഞ്ഞാൽ 0 ആയി. അവിടെ 0 എഴുതി. അടുത്ത സ്റ്റെപ്പില് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? R1 എന്ന് പറയുന്നത് എന്താണ്? R1 എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് R2 എന്ന് പറയുന്നത് മൈനസ് 3 ആണ്. അപ്പൊ 1 minus 3 ഈക്വൽ ടു മൈനസ് 2. അടുത്ത സ്റ്റെപ്പില് R1 എന്ന് പറയുന്നത് എന്താണ്?
സീറോ ആണ്. R1 എന്ന് പറയുന്നത് സീറോ ആണ്. R1 എന്ന് പറയുന്നത് സീറോ ആണ്. പ്ലസ് R2 എന്ന് പറയുന്നത് 1 ആണ്. സോ 0 + 1 1 ആണ്. അടുത്ത സ്റ്റെപ്പ് ഇത് എന്താകണം? 1 ആകണം. അതിന് എന്ത് ചെയ്യണം? -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തായി? 1 ആയി. അപ്പം ഇവിടെയാണ് എഴുതാൻ പോകുന്നത് മെട്രിക്സ്. ബാക്കി എലമെന്റ് എല്ലാം 0 1 1 0 -2 1 മാറ്റം വരുന്നത് ഇവിടെ മാത്രമാണ്. ഈ R2 gives R2 ഡിവൈഡ് ബൈ -2. അപ്പൊ എന്താ? 0യെ -2 കൊണ്ട് ഡിവൈഡ് 0 തന്നെ, യാതൊരു വ്യത്യാസമില്ല. അടുത്ത സ്റ്റെപ്പില് -2 ഡിവൈഡ് ബൈ -2 അതെന്താണ്? 1 ആണ്. അടുത്ത സ്റ്റെപ്പില് -3 ഡിവൈഡ് ബൈ എന്താണ്? -2 -3 ഡിവൈഡ് ബൈ -2 അത് 3/2 ആണ്. പ്ലസ് മൈനസ് ക്യാൻസൽ ആയി 3/2 ആണ്. മനസ്സിലായി? പ്ലസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കും അത് 3/2 ആണ്. -3 ഡിവൈഡ് ബൈ -2 3/2 ആണ്. അടുത്തതിനകത്ത് പറയുന്നത് എന്തുവാ? ഈ 1 ഡിവൈഡ് ബൈ -2 അതെന്തോ? 1 ഡിവൈഡ് ബൈ -2 -1/2 എന്ന് എഴുതാം. നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. അപ്പൊ ഈ നമ്മൾ എഴുതിയ ഐഡന്റിറ്റി മെട്രിക്സ് എന്താ ചെയ്തു? വേറെ മെട്രിക്സ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് പറയാം ഈ നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിന് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സിന് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ മെട്രിക്സ് ഏതാണ്? ഈ മെട്രിക്സ് ആയ -2 1 3/2 -1/2 ആണ്. ഇങ്ങനെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് പറഞ്ഞാല് -2 1 3/2 -1/2 ആണ് എന്ന് പറയുന്ന എലമെന്റ് ഉള്ള മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന മെട്രിക്സിന് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2 1 3/2 -1/2 എന്ന് പറയുന്ന എലമെന്റ് ഉള്ള 2/2 മെട്രിക്സ് ആണ്. എന്ന് നമ്മൾ ചെയ്ത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു മെട്രിക്സ് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ആ മെട്രിക്സും നമ്മൾ കിട്ടിയ മെട്രിക്സും എ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്? നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ മെട്രിക്സ് എ ഇൻവേഴ്സ് കറക്റ്റ് ആണെന്ന് പറയാം. അപ്പൊ എന്തുവാ? ഇത് രണ്ടും കൂടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യും ഐ എന്ന് കിട്ടിക്കുന്നത് അതേ ഓർഡറുള്ള 1 0 0 1 എന്ന് പറയുന്ന മെട്രിക്സ് 2 ഓർഡർ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഗോസ് ജോർദൻ മെത്തേഡ് ഇങ്ങനെയുള്ളൂ. ഈ 3/3 മെട്രിക്സ് വരുമ്പോഴും 4/4 മെട്രിക്സ് വരുമ്പോഴും ഇതേ മെത്തേഡ് ആണ് ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മള് നോർമൽ ഫോമിൽ ചെയ്തതിന്റെ കൂട്ട് കോളം ട്രാൻസ്ഫോർമേഷനും അതുപോലെ തന്നെ റോ ട്രാൻസ്ഫോർമേഷനും ഒരുപോലെ ഇതിൽ ചെയ്യത്തില്ല. റോ ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.